بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد اللهم صل على سيدنا محمد الفاتح لما خلق والخاتم لما سبق والناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على النور وآله صلاة تجعل كلامي ملهما نافعا اللهم صل على النور وآله صلاة تيسر أموري ബാബ് മുഹറമാത്തിൽ ഇഹ്റാം ഇഹ്റാം കൊണ്ട് നിഷിദ്ധമാക്കപ്പെടുന്ന കാര്യങ്ങൾ ഐ മാ ഒന്ന് യഹ്റുമു അത് ഹറാമാകും ബിസബബിൽ ഇഹ്റാം ഇഹ്റാമിൻ്റെ കാരണം കൊണ്ട് അഹദുഹ സത്തുറു ബഅ്ദി റഅ്സി റജുലി അതെപ്പോഴും പുരുഷൻ്റെ തലയുടെ ചില ഭാഗങ്ങൾ മറക്കുക എന്നുള്ളത് ഹറാമല്ല, എന്നാൽ ബിസബബിൽ ഇഹ്റാം അത് യഹ്റുമു മഅബാദിൽ ആഖിരി അവ്വലൻ. അപ്പോൾ ബഅ്ദ് മറക്കല എന്ന് പറഞ്ഞാൽ അപ്പോൾ പിന്നെ കുല്ല് മറക്കൽ ഹറാമില്ലേ? ഇല്ല. മഅബാദിൽ ആഖിരി അവ്വലൻ ബഅ്ദുൽ ആഖിറും എന്തുതന്നെയാണ് ഈ ബഅ്ദും മറ്റേ ബാദൊക്കെ മറക്കൽ തന്നെ എന്താണ്? ഹറാമാണ്. ബാദ് പോലും ഹറാമാണ് എന്നാണ് പറഞ്ഞത്. വിമായ അബ്ദു സാത്തിറൻ ഒരു മറ എന്ന് പറയുന്ന ഒന്നുകൊണ്ട് ഒരു മതിലിൻ്റെ ഒട്ട് പോയി നിന്നാൽ ഒരു മറയാവോ? തറയ്ക്കുള്ള സാത്തിറാകുമോ? ആവില്ല. അതാണ് മറ എന്നെണ്ണപ്പെടുന്ന ഒന്നുകൊണ്ട് മിൻമഹീത്തിൻ തുന്നിയ ഒരു സാധനം മകൈരിഹി അല്ലെങ്കിൽ അതല്ലാത്ത മറ്റൊന്ന് പേപ്പറോ കടലാസൊക്കെ വെച്ച് മറക്കുക. കലൻസുവ തൊപ്പി, വ ഇമാമ തലയെക്കെട്ട്, വ ഹിർക്കത്ത് കർച്ചീപ്പ്, വ ഇസ്വാബത്ത് ഒരു ബാൻഡേജ്, വകദാ തീനുൻ സഹീനുൻ തിക്കായത്തിന് ബിൽ അസ്വഹായ അഭിപ്രായ പ്രകാരം എല്ലാലി ഹാജത്തിന് വേണ്ടി വരിക. കമുദാവാത്തിൻ ചികിത്സ, ഔ ഹദ്ദിൻ അല്ലെങ്കിൽ ചൂട്, ഔ ബറദിൻ അല്ലെങ്കിൽ തണുപ്പ്, അപ്പോൾ ഫൈജൂസു അനുവദനീയമാണ്. തജിബുൽ ഫിദിയ നിർബന്ധമാകും, അനുവദനീയമാണ്. ഹറാമെന്ന് വിട്ടേക്കും, പക്ഷെ ഫിദിയ കൊടുക്കണം. വഹ്തുരിസബി റജുലി എന്നതുകൊണ്ട് സൂക്ഷിക്കപ്പെട്ടു അനിൽ മർഅത്തി മർഅത്തിനെ തൊട്ട്. പിന്നെ എന്തുകൊണ്ടും ബിമാ യുഅദ്ദു സാത്തിർ എന്ന് പറയപ്പെടുന്ന ഒന്നുകൊണ്ട് സൂക്ഷിക്കപ്പെട്ടു. അമ്മാല യുഅദ്ദു അപ്രകാരം എണ്ണപ്പെടാത്തതിനെ തൊട്ട്. കയറുക വലയദിഹി അവൻ്റെ കൈ വെച്ച് തലയിൽ അപ്പം മറിഞ്ഞ് അതിന് കയ്യിന് ഒരു സാത്തിർ എന്ന് പറയില്ലല്ലോ, മറക്കാൻ ഉപയോഗിക്കുന്നൊരു സാധനം എന്ന് പറയില്ലല്ലോ. പിന്നെ ഔ ഗൈരിഹി അല്ലെങ്കിൽ കൈയല്ലാത്തത്, ഔ സിംബീൽ ഔ ഹിംലിൻ വതസവ്വുദ് ബിവിസാദത്തിൻ. സിംബീല്, ഹിംല് ഇതൊക്കെ പറഞ്ഞാൽ സിംബീൽ എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ ബാസ്ക്കറ്റ്, അതുപോലെ കൊട്ട. ഹിംല് എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഭാരമൊക്കെ ചുമക്കുന്ന സാധനങ്ങൾ, ഒട്ടകത്തിൻ്റെ പുറത്തൊക്കെ ഏറ്റിയിട്ട് വെയിറ്റൊക്കെ വെക്കുന്ന സാധനങ്ങൾ. അപ്പം അങ്ങനത്തതൊക്കെ വെച്ച് ഒരാൾ തലയിൽ വെച്ച് മറ സംഭവിച്ചു, അതൊന്നും കുഴപ്പമില്ല. അപ്പോൾ തസുവതി വിസാദത്തിൻ തലയിണ കൊണ്ട്, പില്ലോ കൊണ്ട് തലയിണ വെക്കൽ, അവ ഇമാമത്തിൻ അല്ലെങ്കിൽ തലക്കെട്ട് കൊണ്ട്, വലിൻഖിമാസി ഫിൽ മായി വെള്ളത്തിൽ മുങ്ങൽ, വലിസ്തിലാദ് ബിൽ മഹ്മലി എന്തെങ്കിലും ചുമക്കാൻ ഉപയോഗിക്കുന്ന ഒരു സാധനം വെച്ച് തലയിൽ കയറ്റി വെച്ചുകൊണ്ട് അതുകൊണ്ട് തണലെക്കൽ. വൈൻ മസ്സറസോ അവൻ്റെ തലയെ സ്പർശിച്ചാലും ശരി. വശദ്ദഹു ബി ഹൈത്തിൻ അവന് നൂല് കൊണ്ട് അതിനെ കെട്ടില്ലേ. മൻ ശൈരി മേൽ ഇന്തിശാരി വൈരി പിന്നെ ഈ മുടി പാറി നിന്നുകൊണ്ടോ മുടിയല്ലാത്തതോ മറ്റെന്തൊക്കെ തലേന്ന് അങ്ങനെ വീഴുന്നത് അതൊക്കെ തടയാനൊക്കെ വേണ്ടിക്കൊണ്ട് തലയിൽ എന്തെങ്കിലും വെച്ചു. അപ്പോൾ അതൊന്നും ഇല്ല, കുഴപ്പമില്ല. അത് മറ എന്ന് പറയുന്ന മറക്കാൻ ഉപയോഗിക്കുന്നൊരു സാധനം കൊണ്ട് മറച്ചാലാണ് തല മറച്ചു എന്നുള്ള പ്രശ്നം വരികയുള്ളൂ. വലുബസുൽ മുഹീത്തി ചുറ്റി തുന്നിയ വസ്ത്രം ധരിക്കലും, വൽ ഖമീസി പോലത്തെ ഖമീസ് മസലൻ, വൽ മൻസൂജി പിന്നെ നെയ്യപ്പെട്ട സാധനം, സെറുദ് കഴുത്തിലിടുന്നൊരു വട്ടക്കണ്ണി പോലത്തെ ഒരു സാധനം വട്ടത്തിലുണ്ടാവുക, അത് നെയ്യപ്പെട്ടത് അത് കഴുത്തിൽ ഇടും. ഇപ്പോൾ നമ്മളെ
ഈ ഇപ്പോഴത്തെ പുതിയ മോഡൽ പ്രകാരം ചെക്കന്മാരൊക്കെ ട്രെൻഡായിട്ട് ചെക്കന്മാരെ മോലിയെട്ടികളൊക്കെ ഫോട്ടോ എടുക്കുന്ന സമയത്ത് കഴുത്തിൽ ഒരു ചുറ്റുന്ന സാധനം ഉണ്ടാവും. അപ്പം അങ്ങനത്തേത് കൂതി അല്ലെങ്കിൽ കെട്ട് കൊണ്ട് ഇങ്ങനെ നെയ്ത സാധനം മറ്റേ നെസ്ജി നെയ്തത് പറഞ്ഞ് മക്കൂത് പറഞ്ഞാൽ ഓരോ കെട്ടുകൾ ഇങ്ങനെ ഇട്ട സാധനം ജുബത്തുൽ ലബദ് പോലെ ജുബത്തുൽ ലബദ് എന്ന് പറഞ്ഞാൽ പിന്നെ കമ്പിളി പുതപ്പ് പോലത്തത്. അതൊക്കെ പിന്നെ ഓരോ കെട്ടുകൾ ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ അക്കതാക്കിയിട്ട് ഉണ്ടാക്കി വെച്ച സാധനങ്ങളാണ്. അപ്പോൾ തുണി കൊണ്ട് നൂല് കോർത്ത സാധനങ്ങൾ, നെയ്ത സാധനങ്ങൾ, ഓരോ നോട്ട് കെട്ട് ഇങ്ങനെ ഇട്ടാക്കിയിട്ട് അങ്ങനത്തെ വെച്ച സാധനങ്ങൾ ഫിസായിരെ ബാക്കി ബദനിഹി റജുലി പുരുഷൻ്റെ ശരീരത്തിൽ ഇതാലും മജിദ് വേറൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ ഫജുസുലുബുസു സറാബീൽ മിൻഹു. അപ്പോൾ അതിൽ സറാബീൽ ധരിക്കാം, അൽ ഖുഫൈനി ഖുഫ ധരിക്കാം. ഇതാ കുത്തിയ അസ്ഫല മിൻ കൽബൈനി കഅബ്, അത് അവൻ്റെ രണ്ടു കഅബ് നിര്യാണിയിൻ്റെ നിന്ന് അടിഭാഗത്തിലൂടെ രണ്ടും എന്താക്കപ്പെട്ടാൽ കത്ത് ചെയ്യപ്പെട്ട, അപ്പോൾ അതിലൂടെ ഇങ്ങനെ വലിച്ചു കയറ്റുന്നതാണെങ്കിൽ വല ഫിദയത്ത് ഫിദിയല്ല. വനിഷ്ടാജിലാജു ലുബുസുൽ മുഖിത്തി, അപ്പോൾ പിന്നെ തുണി സാധാ നമ്മളെ തുണി കൊണ്ട് ചുറ്റി തുന്നിയ തുണി ധരിക്കാൻ ആവശ്യമായ മുദാവാത്തിൻ ചികിത്സക്കോ ഹദ്ദിൻ നൗ ബർദിൻ അല്ലെങ്കിൽ തണുപ്പോ ചൂടോ ജാസ അനുവദനീയമാണ്. ഓ വജബത്തിൽ ഫിദിയത്തു കമാ തഖദ്ദമ ഫി സിത്രി, സിത്തറിൽ തലമറക്കുന്ന സമയത്ത് നമ്മൾ അനുവദനീയമാണ്, അവിടെ ഹറാം വരില്ല എന്ന് പറഞ്ഞതോടുകൂടി തന്നെ എന്ത് നിർബന്ധമാകും? ഫിദിയ നിർബന്ധമാകും. വൈൻ സത്തറ ലബിസൽ മുഖൈത്തമിൻ ഗൈരി ഉദൂരിന്, ഒരു ഉദൂറുമില്ലാതെ ഒരാൾ തുന്നിയ തുണി ധരിക്കുകയോ തലമറക്കുകയോ ചെയ്താൽ, നേരത്തെ ഇളവ് തന്ന രണ്ട് സംഗതികളാണ്. അപ്പോൾ അതൊരാൾ ഇളവിന് ഡിസേർവ് ചെയ്യാതെ ഒരാൾ അങ്ങനെ മറിച്ചാലോ വജബത്തിൽ ഫിദിയ നിർബന്ധമാകും. അമിനൽ മുഹറമി അലൈഹിൽ ഖുഫാസു, സോക്ക് ഗ്ലൗസ് വസയത്തി ശേഷം വരും. ഒൽഹഖ ബിഹി മാലൗ തഖദലി സാഇദിഹി മസലൻ, അവന് തൻ്റെ തണ്ടൻ കയ്യിനൊക്കെ ഉണ്ടെങ്കിൽ മസലൻ മഹീത്തിനും എന്തെങ്കിലും വെച്ചു. അവലി ലഹീത്ത് അല്ലെങ്കിൽ താടിക്ക് ഖരീത്തൻ യുഗ്ലിഖുഹ ബിഹ ഇദാ ഖല്ലബഹ, അവലി ലിഹ്യത്തി അല്ലെങ്കിൽ അവൻ്റെ താടിക്ക് വേണ്ടിയിട്ട് ഖരീത്തത്തിന് ബാഗ് സഞ്ചി എന്നൊക്കെ ഉണ്ട്. അത് താടിനെ എന്ത് ചെയ്തു? ഓന് അതിനോട് മറച്ചു വെച്ച് യുഗ്ലിഖുഹ, അതിനെ മൂടി വെച്ചുകൊണ്ട് ബിഹ ഈ ഖരീത്തത്ത് കൊണ്ട് ഇതാ ഖല്ലബഹ, അവനെ താടിക്ക് നിറം കൊടുത്ത്. അപ്പോൾ താടിക്ക് എന്ത് ചെയ്തു? നിറം കൊടുത്ത്, എന്നിട്ട് അതിനെന്ത് ചെയ്തു? ആ നിറം കൊടുത്ത മൈലാഞ്ചിനെ ഓന് പൊതിഞ്ഞ് വെച്ച് കെട്ടി ഒരു സഞ്ചി പോലത്തെ സാധനം കൊണ്ട്. അപ്പോൾ അതിൽ തുന്നിയതായിരുന്നു. അപ്പോൾ അതെന്തില്ല, കുഴപ്പമില്ല. വജുഹുൽ മറത്തി കറസിഹി, പുരുഷൻ്റെ തല മറക്കൽ ഹറാമ, അതുപോലെ തന്നെ സ്ത്രീയുടെ മുഖം മറക്കാൻ പാടില്ല. ഫി ഹുർമത്തി സത്തിൻ്റെ വിഷയത്തിൽ അൽ മദ്കൂർ മേലെ പറയപ്പെട്ടു ഫി ഇല്ല അലി ഹാജത്തിന്, അപ്പോൾ ഹാജത്തിന് വേണ്ടി അവിടെ അളവുണ്ടാകും, ഇവിടെ അളവുണ്ട്. ഫൈജൂസു വതജിബുൽ ഫിദിയത്തു മാ തഖദ്ദമയുള്ള ഫിദിയ ഇവിടെയും എന്താണ്? വാജിബാണ്. വൈൻ സത്തറത്തുഹു മിൻ ഗൈരി ഉദുരിൻ, ഒരു എക്സ്ക്യൂസും ഇല്ലാതെ ലെവൽ മറിച്ചാൽ വജബത്തിൽ ഫിദിയ നിർബന്ധമാകും.